അതെ, ഇന്നിവിടെ ഈ ബീഫ് തിളയ്ക്കുന്ന കണ്ടപ്പോണ്ടല്ലോ ഭയങ്കര ഒരു കൊതി വാട്ടുകപ്പ് തിന്നണമെന്ന്. പക്ഷേ വാട്ടുകപ്പ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ട് വയ്ക്കണമെന്നല്ലോ. അതിനൊന്നും സമയം കിട്ടിയില്ല. ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നോ, കാസറോളിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഈ കപ്പ ഇട്ട് വെച്ച് അടച്ചു വെച്ചു. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പം ഞാൻ ചെന്നിങ്ങനെ ഞെക്കി നോക്കിയപ്പോൾ ഓക്കെ, അത് ഏകദേശം നമുക്ക് വേവിച്ചെടുക്കാമെന്ന് എനിക്ക് തോന്നി. അതിനുശേഷം അത് കുക്കറിലിട്ട് കുറേ അടി അടിച്ചു. ഒരു 5-8 അടി അടിച്ചെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ കപ്പ വെന്ത് കിട്ടി. കപ്പയുടെ അരപ്പിലോട്ട് നമ്മൾ തേങ്ങ, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില വേണമായിരുന്നു. കറിവേപ്പില ഇല്ല, ഉള്ളത് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം വെന്ത കപ്പയുടെ മുകളിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ, ആവി കയറാൻ വേണ്ടി. അത് കഴിഞ്ഞ് എൻ്റെ ഹെൽപ്പർ വന്ന് ഇളക്കാൻ വേണ്ടി അത് ഫുള്ളൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് തന്നു കേട്ടോ. ഈ ഹെൽപ്പർ ഇളക്കിയാൽ മാത്രമേ ഇതൊക്കെ മിക്സ് ആവത്തുള്ളൂ. ഞാൻ ഇളക്കിയാൽ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിരിക്കുകയുള്ളൂ. ചൂടോടുകൂടി തന്നെ കഴിക്കണം, അതെനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമായി. ചക്ക, കപ്പ, ചേന, ചേമ്പ് ഇതൊക്കെ ആ ഊന്ന് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കണം. അപ്പോൾ എനിക്ക് ഒട്ടും ടൈം കളയാനില്ല. ഞാൻ ആ ചൂടോടെ എടുത്തുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ പറയുന്നുണ്ട്, എൻ്റെ അമ്മ അതൊന്ന് ആറട്ടെ എന്നിട്ട് കഴിക്കും. ഞാൻ പറയുന്നത് അത് ഇങ്ങനെ കഴിച്ചാലേ അതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതൊന്നും ഈ പിള്ളേർക്ക് അറിയില്ലല്ലോ. നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.